ഏറ്റുമാനൂരപ്പൻ്റെ നാട്ടിൽ സിറ്റിംഗ് MLA ആയ സുരേഷ് കുറുപ്പിന് ഈക്കുറി മത്സരം അല്പം കടുത്തതാണ്. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുരേഷ് കുറുപ്പിൻ്റെ 11ാമത് മത്സരമാണ്. 4 തവണ കോട്ടയം MP ആയി നിയമസഭയിലേക്ക് ഇത് 2ാമത്തെ മത്സരം. 1991 മുതൽ 2006 വരെ തുടർച്ചയായി ഏറ്റുമാനൂരിൽ വിജയം കണ്ട തോമസ് ചാഴിക്കാടനാണ് ഇക്കുറിയും ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് തോമസ് ചാഴിക്കാടനോട് തോറ്റത് നേരിയ ഒരു വ്യത്യാസത്തിലാണ്, അതായത് 1801 വോട്ടുകൾക്ക്. കുറുപ്പിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇക്കുറി NDA സ്ഥാനാർത്ഥി ഉണ്ട്. BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയം SNDP യൂണിയൻ്റെ പ്രസിഡന്റ് തങ്കപ്പൻ, AG തങ്കപ്പൻ ആണ് BDJSൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്ഥിതിഗതികൾ കുറെ കൂടി സങ്കീർണമാക്കാൻ ഇവിടെ മാണി ഗ്രൂപ്പിൻ്റെ വിമത സ്ഥാനാർത്ഥിയുമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്ത് വോട്ടർമാർ ഉറ്റുനോക്കുന്ന, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുന്നു ഏറ്റുമാനൂർ. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഏറ്റുമാനൂരിലേക്ക് V ജയകുമാറിനെ വിളിക്കാം. ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം. ജയകുമാർ, കേൾക്കാമോ? മാറിയ സാഹചര്യങ്ങളിൽ സുരേഷ് കുറുപ്പിന്റെ സാധ്യതകൾ എത്രത്തോളം ആണ്? സുരേഷ് കുറുപ്പിന്റെ സാധ്യത ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നമായിട്ടുള്ളത് BDJSന്റെ AG തങ്കപ്പൻ മത്സര രംഗത്തേക്ക് വന്നതാണ്. അദ്ദേഹത്തെ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഈഴവ വോട്ട് ബാങ്കിന് ലക്ഷ്യമാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 50,000-ന് മുകളിൽ ഈഴവ വോട്ടുകൾ ഏറ്റുമാനൂർ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിക്ക് ഏതാണ്ട് 30,000 വോട്ടുകളോളം BJP BDJS മുന്നണി നേടിയത്. അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിക്കുന്നത് CPM-നായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഈ BDJSന്റെ വോട്ടുകൾ എങ്ങനെ വീതിക്കപ്പെടും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ? കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് LDF-നായിരിക്കുമോ അതോ UDF-ന് ആയിരിക്കുമോ? BDJSന്റെ കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ നഷ്ടം സംഭവിക്കുക LDF-നായിരിക്കും. കുറഞ്ഞ വോട്ടുകൾ പിടിച്ചാൽ നഷ്ടം സംഭവിക്കുക UDF സ്ഥാനാർത്ഥിക്കുമായിരിക്കും. എന്നാൽ UDF സ്ഥാനാർത്ഥിയുടെ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചാണ് മാണി ഗ്രൂപ്പിന്റെ വിമത സ്ഥാനാർത്ഥിയായി ജോസ് മോൻ മുണ്ടയ്ക്കൽ രംഗത്തും. ചുരുക്കത്തിൽ മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു ചതുഷ്കോണ മത്സരത്തിന്റെ അവസ്ഥയിലേക്ക് മണ്ഡലം എത്തിക്കഴിഞ്ഞു. ഒരു അട്ടിമറിയുടെ BDJS സ്ഥാനാർത്ഥി AG തങ്കപ്പൻ ചിലപ്പോൾ ജയിച്ചു പോകാം എന്ന ഒരു അവസ്ഥ വരെ മണ്ഡലത്തിൽ പ്രചാരണമായിട്ട് ഉയർന്നിട്ടുണ്ട്. CPM വോട്ടുകൾ എങ്ങനെ ഭിന്നിക്കും എന്നതാണ് ഇതിലുള്ളത്. CPM വോട്ടുകൾ പാർട്ടി വോട്ടുകളായി നിൽക്കുന്നതിനപ്പുറം BDJS സ്ഥാനാർത്ഥിയിലേക്ക്, ഈഴവ സ്ഥാനാർത്ഥിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള ഒട്ടേറെ പരിപാടികൾ നടത്തിയതിനാൽ ഈഴവ സ്ത്രീകളുടെ വോട്ടുകൾ AG തങ്കപ്പന് ലഭിച്ചു കഴിഞ്ഞാൽ ശക്തമായ ആ മത്സരത്തിൽ കുറുപ്പിന് ഏറെ ക്ഷീണം സംഭവിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടത്. എന്തായാലും വളരെ ശക്തമായ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്ന ഏറ്റുമാനൂരിൽ ഒരുപക്ഷെ ഒരു അട്ടിമറി വിജയത്തിന് പോലും സാധ്യതയുണ്ട്, ഒരു അട്ടിമറിക്ക് പോലും സാധ്യതയുണ്ട് എന്നാണ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ നന്ദി ഏറ്റുമാനൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയതിന്, ബാലറ്റ് ന്യൂസിൽ പങ്കുചേർന്നതിന് ജയകുമാർ നന്ദി. മണ്ഡലവിശേഷവുമായി ഇനി മണ്ഡലകാലം. 3 പുഴകളുടെ സംഗമ തീരമാണ് മൂവാറ്റുപുഴ. അതായത് തൊടുപുഴയാറും കാളിയാറും കോതയാറും സംഗമിക്കുന്ന ഭൂമി. ഇവിടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇക്കുറി അതിശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് വേദിയൊരുക്കുന്നത്. വികസനത്തിനും രാഷ്ട്രീയത്തിനും ഒപ്പം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പറഞ്ഞാണ് LDF-ൻ്റെയും UDF-ൻ്റെയും NDA-യുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം. സിറ്റിംഗ് MLA ആയ UDF-ലെ ജോസഫ് വാഴക്കിനെ നേരിടാൻ ഇക്കുറി ശക്തനായ ഒരു യുവ നേതാവിനെയാണ് CPI-യിൽ നിന്ന് LDF മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് എൽദോ എബ്രഹാമിനെ. NDA സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് PJ തോമസാണ്. ക്രൈസ്തവ വോട്ടുകൾക്ക് ഭൂരിപക്ഷം ഉള്ള, നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും ക്രൈസ്തവ സമുദായ അംഗങ്ങൾ തന്നെ ആണ്. റബ്ബർ മേഖലയിൽ, അതുപോലെ തന്നെ പൈനാപ്പിൾ മേഖലയിൽ, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പൈനാപ്പിൾ ലഭിക്കുന്ന കൃഷി ചെയ്യുന്ന സ്ഥലം ആണ് മൂവാറ്റുപുഴ. കാർഷിക മേഖലയിൽ കേരളത്തിൻ്റെ മേൽവിലാസം രാജ്യാന്തര തലത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലം. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് നിർണായക പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായും ഈ മേഖലയിലെ പ്രതിസന്ധി മുഖ്യ പ്രചാരണ വിഷയം ആകുന്നു. കൂടുതൽ വിവരങ്ങളുമായി മൂവാറ്റുപുഴയിൽ നിന്ന് MS സജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രചാരണം അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് മൂവാറ്റുപുഴ വേദിയാകുന്നത്. ക്രൈസ്തവ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലത്തിൽ 3 മുന്നണികളും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. റബ്ബർ, പൈനാപ്പിൾ തുടങ്ങി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം സജീവമായ വിഷയമാണ് മൂവാറ്റുപുഴയിൽ. 2ാം വിജയത്തിന് അവസരം ചോദിക്കുകയാണ് ജോസഫ് വാഴക്കൻ. മണ്ഡലത്തിൽ മുമ്പില്ലാത്ത വികസനം കൊണ്ടുവന്ന തനിക്ക് വീണ്ടും ജനങ്ങൾ അവസരം നൽകുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം. ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ 5 വർഷം നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമുക്ക് വികസനം മാത്രമേ അജണ്ടയുള്ളൂ. ആ വികസനത്തിൻ്റെ പേരിൽ നാട്ടിലെ എല്ലാവരും
എന്നെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. AISF-ിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ എൽദോ എബ്രഹാമിനെ CPI മത്സരിപ്പിക്കുന്നു. സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന എൽദോയ്ക്ക് മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കെട്ടിടങ്ങളല്ല, സാധാരണക്കാരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതാണ് വികസനമെന്ന് അദ്ദേഹം പറയുന്നു. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു, ഞങ്ങളുടെ പ്രതീക്ഷ ഇടതുപക്ഷത്തിൽ മാത്രമാണ്. മൂവാറ്റുപുഴയിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമുണ്ടാകും. ഇടത് വലത് മുന്നണികളെ ഒരുപോലെ എതിർത്തും കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പരിപാടികൾ വിവരിച്ചുമാണ് BJP സംസ്ഥാന സമിതി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ PJ തോമസ് വോട്ട് തേടുന്നത്. മണ്ഡലത്തിൽ മാറ്റം പ്രകടമാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രാവശ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നണി ഉണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക ജനസമൂഹത്തിൻ്റെയും ആദിവാസികളുടെയും എല്ലാം പിൻബലമുള്ള നേതാക്കന്മാരും ശക്തികളും ഒക്കെ അണിനിരുന്നതോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ ഇത് വിജയിക്കാൻ കഴിയുന്നവരാണ് എന്ന ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി ഞാൻ കാണുന്നത്. ജോസഫ് വാഴക്കന് ശക്തനായ എതിരാളിയാണ് എൽദോ എബ്രഹാം. ചെറുകിട കർഷകരും കത്തോലിക്ക സമുദായവും വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന മൂവാറ്റുപുഴയുടെ ഫലത്തെ ആകാംക്ഷയോടെ നോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മണ്ഡലത്തിലെ ഒടുമ്പ്ര നിവാസികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു കുടിവെള്ള പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ 50 വർഷമായി അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഇരുമ്പിൻ്റെ അംശം കലർന്ന ഓരുവെള്ളമാണ്, കറപുരണ്ട വെള്ളമാണ്. ഈ വെള്ളം തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഗുരുതരമായ വൃക്ക രോഗങ്ങൾ ഉൾപ്പെടെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ആകും എന്ന് വിവിധ പരിശോധനാ ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകളോ MLA-മാരോ നേതാക്കളോ പാർട്ടികളോ മുന്നണികളോ ഒന്നും ഒടുമ്പ്ര നിവാസികൾക്ക് ശുദ്ധജലം നൽകുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കറപുരളാത്ത വെള്ളം നൽകുന്നവർക്ക് മാത്രമാണ് വോട്ട് എന്ന് അവർ പറയുന്നു. കാരണം കറപുരണ്ട പല്ലുകളും കറപിടിച്ച വീട്ടു ചുമരുകളും കൊണ്ട് അവരുടെ ജീവിതം കറപുരണ്ടതായി തീർന്നിരിക്കുന്നു. ഈ മണ്ഡലം എന്ന് പറയുന്നത്, കുന്നമംഗലം മണ്ഡലം എന്ന് പറയുന്നത് PT റഹീമും CK പത്മനാഭനും UC രാമനും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലം ആണ്. സ്വാഭാവികമായും 3 മുന്നണികൾക്കും ഒടുമ്പ്ര തീരാത്ത ജലപ്രശ്നം ആയി മാറിയിരിക്കുന്നു. PC ഹരീഷിന്റെ റിപ്പോർട്ട്. ക്യാരറ്റ് ജ്യൂസോ മുന്തിരി ജ്യൂസോ രസന കലക്കിയതോ ഒന്നുമല്ല ഈ ഗ്ലാസിൽ. കിണറ്റിൽ നിന്നും ഇപ്പോൾ മുക്കിയെടുത്ത ഇരുമ്പും ഉപ്പും കലർന്ന കലങ്ങിയ ഓരുവെള്ളം. ടെറസിലെ ടാങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ കറ പിടിച്ചു പോയ ചുമരുകളാണിത്. ഈ ഓരുവെള്ളം കുടിച്ച് കറ പിടിച്ചു പോയ പല്ലുകൾ. കാണുന്നവർക്ക് ഒരു കൗതുക കാഴ്ചയായിരിക്കും ഇതെല്ലാം. പക്ഷേ കഴിഞ്ഞ 50 വർഷമായി കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഒടുമ്പ്രയിലെ 400ഓളം കുടുംബങ്ങൾ ഈ മലിനജലം കുടിച്ചാണ് ജീവിക്കുന്നത്. കിഡ്നിക്ക് തകരാറ് വരും, ഇങ്ങനെ പല്ലിങ്ങനെ ആവണുണ്ടല്ലോ. അപ്പം നമ്മൾ ആ വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് ചെന്നാൽ കിഡ്നിക്കും തകരാറ് വരുമെന്നാണ് പറയുന്നവർ. 10 വർഷം മുമ്പ് CWRDM-ലെ ശാസ്ത്രജ്ഞർ പരിശോധന നടത്തി ഈ വെള്ളത്തിൻ്റെ അപകടാവസ്ഥ കണ്ടെത്തിയിരുന്നു. ഇരുമ്പ് നീക്കം ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ആരും ഒന്നും ഇവർക്ക് ചെയ്തു കൊടുത്തില്ല. ഇതാ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും വാഗ്ദാനങ്ങൾ വാരിക്കോരി സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് MLA PTA റഹീമാണ് LDF സ്ഥാനാർത്ഥി. UDF-ന്റെ T സിദ്ദിഖും NDA-യുടെ CK പത്മനാഭനും ഒക്കെയുണ്ട് മത്സര രംഗത്ത് വമ്പൻ വാഗ്ദാനങ്ങളുമായി. 105 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കനിവ് റെസിഡൻസ് അസോസിയേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു, ശുദ്ധജലം എത്തിക്കും വരെ ആർക്കും വോട്ടില്ല. നമ്മൾ കുറേ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കേ, ചെയ്യരുത് വോട്ട് ചെയ്യരുത്. വോട്ടിനാണ് പോലെ എല്ലാവരും ഇങ്ങനെ വരിക, കയ്യും കാലും പിടിച്ച് വരും. ഈ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനോ പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തുകാരെ ഒന്നടങ്കം വോട്ടിനെ ബഹിഷ്കരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കയറുകയാണ് നാടെങ്ങും. പക്ഷേ ഒടുമ്പ്രയിലെ ഈ കനിവ് റെസിഡൻസ് അസോസിയേഷനിലെ 105ഓളം കുടുംബങ്ങൾ ഇവർ പറയുന്നു, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നില്ല. ഒടുമ്പ്രയിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം PC ഹരീഷ്, കൗമുദി TV.